മുഗൾ ചക്രവർത്തി അക്ബർ ആഗ്രയിൽ പണികഴിപ്പിച്ച കോട്ട, ആഗ്രയിലെ ചെങ്കോട്ട, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഡൽഹിയിൽ നിന്നും 230 കിലോമീറ്റർ ദൂരത്തിൽ യു.പിയിലാണ് ആഗ്ര ഫോർട്ട് സ്ഥിതി ചെയ്യുന്നത്. താജ്മഹലിന് 2.5 കിലോമീറ്റർ വടക്ക് പടിഞ്ഞാറായി യമുനാ നദിക്ക് സമാന്തരമായി ആഗ്ര കോട്ട നമുക്ക് കാണാം. ഇരട്ട ഭിത്തിയുള്ള കോട്ടമതിലിന് 70 അടി ഉയരമുണ്ട്. ഇടയ്ക്കിടയ്ക്കായി വൃത്താകാരത്തിൽ കൂറ്റൻ കൊത്തളങ്ങളുമുണ്ട്. സുരക്ഷയ്ക്കായി ഭിത്തികൾക്ക് പുറത്ത് കിടങ്ങുകളുമുണ്ട്. പാനിപ്പത്ത് യുദ്ധവിജയത്തോടെയാണ് മുഗളർ ഈ കോട്ട പിടിച്ചടക്കിയത്. 1565-ൽ അക്ബർ പുതിയ കോട്ടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ആദ്യകാലത്ത് ചുടുകട്ട കൊണ്ട് നിർമ്മിച്ചിരുന്ന കോട്ട തകർച്ചയുടെ വക്കിലായിരുന്നു. രാജസ്ഥാനിലെ ബറൗലിയിൽ നിന്നും എത്തിച്ച മണൽ കല്ല് ഉപയോഗിച്ച് അക്ബർ കോട്ട പുതുക്കിപ്പണിതു. കോട്ടയുടെ ഉൾഭാഗം ഇഷ്ടികയും പുറംഭാഗം മണൽക്കല്ലും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. 2000 കൽവെട്ടുകാരും 2000 ചുണ്ണാമ്പ് കൂട്ടുകാരും 8000-ഓളം തൊഴിലാളികളും ചേർന്ന് 8 വർഷം കൊണ്ട് 1573-ൽ കോട്ടയുടെ പണി പൂർത്തിയാക്കി. അക്ബറിൻ്റെ പുത്രനായ ഷാജഹാൻ്റെ ഭരണകാലത്ത് കോട്ടയ്ക്ക് ഇന്നത്തെ രൂപം കൈവന്നു. എന്നാൽ മകൻ ഔറംഗസേബ് ഷാജഹാനെ കോട്ടയിൽ തടവിലാക്കി. മുഗളർക്ക് ശേഷം കോട്ട ബ്രിട്ടീഷുകാരുടെ കയ്യിലായി. ഇന്ന് കോട്ടയുടെ കുറേ ഭാഗം ഇന്ത്യൻ ആർമിയുടെ നിയന്ത്രണത്തിലാണ്. തെക്ക് കിഴക്കേ മൂല ആർക്കിയോളജി സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലും. ഈ ഭാഗമാണ് സന്ദർശകർക്കായി തുറന്നിട്ടുള്ളത്. ഇതാണ് ഷാജഹാൻ പ്രിയ ഭാര്യ മുംതാസിനായി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന മുസമ്മൻ ബുർജ്. ഈ മാളികയിൽ നിന്നും യമുനാ നദിക്കപ്പുറേ താജ്മഹൽ കാണാനാകും. ഔറംഗസേബ് ഷാജഹാനെ തടവിലാക്കിയതും ഇവിടെയായിരുന്നു. ഖാസ് മഹൽ. കോട്ടയിലെ പ്രധാന അന്തഃപുരമായിരുന്ന ജഹാംഗീരി മഹലാണിത്.